ഇല്ലെങ്കിൽ നീ എന്ത് ഇതൊരു ചെറിയ തുടക്കം മാത്രമാ, ബാക്കി ഞാൻ പുറകെ തരാം. ഞങ്ങളുടെ കാര്യത്തിൽ ഹരീഷേട്ടൻ ഇടപെടണ്ട, വെറുതെ തല്ല് വാങ്ങിച്ച് കെട്ടണ്ട. ജെയിംസ് കുട്ടി, ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചേക്ക്. ഇതേത് പെട്ടി? ജെയിംസ് കുട്ടിയുടെ. ഇവന്റെ പെട്ടി ഈ വീട്ടിലെടുത്ത് വെക്കുന്നേ? ഇവിടെ താമസിക്കുമ്പോ ജെയിംസ് കുട്ടിയുടെ സാധനങ്ങൾ ഇവിടെയല്ലേ വെക്കേണ്ടത്? ഇവിടെ താമസിക്കാനോ ഈ തെമ്മാടി? അമ്മേ, ഇന്ന് മുതൽ ജെയിംസ് കുട്ടി ഇവിടെയാ. എന്താ നോക്കി നിൽക്കുന്നേ? ഇതൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോ. നിക്കണവിടെ. എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിനകത്ത് കാല് വെക്കാൻ നിനക്ക് എന്താണ് അവകാശം? ചെറിയൊരു അവകാശമുണ്ടേ. നിനക്കോ? അതും എന്റെ വീട്ടില്? മരുമകനായി പോയില്ലേ ഞാൻ, അതായത് നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചവൻ. എന്റെ മോളെ കല്യാണം കഴിക്കാനോ? നീയോ? കഴിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. രജിസ്റ്റർ മാരേജ് ആയിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നുകൊണ്ട് ആരെയും അറിയിക്കാൻ പറ്റിയില്ല. അതെ, ഞാൻ വലതുകാലി വെച്ച് അകത്തോട്ട് കയറുക, ഒന്നും തോന്നരുത്. അമ്മേ സോറി, എല്ലാം ഞാൻ വിസ്തരിച്ച് പറയാം. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് എന്റെ മുമ്പിൽ ഇതല്ലാതെ വേറൊരു വഴിയും കണ്ടില്ല. റിയലി സോറി. എന്താ സുധേ? ചന്ദ്രേട്ടാ, ഒന്ന് ഇവിടെ വരെ വരണേ. എന്താ സുധേ, എന്തു പറ്റി? നിന്റെ സ്വരം പോലും വല്ലാതിരിക്കുന്നല്ലോ. ഇനി പറ്റാൻ ഒന്നുമില്ല ചന്ദ്രേട്ടാ, എല്ലാം നശിച്ചു. നീ കാര്യം പറ സുധേ. ചന്ദ്രേട്ടൻ ഒന്നിങ്ങോട്ട് വാ, എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അവിടെ എന്താ സംഭവിച്ചത്? ഹരീഷ് വല്ല കുഴപ്പമൊപ്പിച്ചോ? പിന്നെയും വല്ല കേസുവാണോ? ഹരീഷ് അല്ല ചന്ദ്രേട്ടാ, മഹിമയാ കുഴപ്പമുണ്ടാക്കിയത്. മഹിമയോ? അവളെന്ത് ചെയ്യുന്നാ നീ പറയുന്നത്? അവളൊരു ടാക്സി ഡ്രൈവറെ വിളിച്ച് വീട്ടിൽ കയറി വന്നിരിക്കുന്നു. ടാക്സി ഡ്രൈവർമാരൊക്കെ എന്തിനാ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? അങ്ങനെ ചെയ്താൽ തന്നെ നീ അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം, പ്രശ്നം തീർന്നില്ലേ? അയ്യോ ചന്ദ്രേട്ട, ഇത് അങ്ങനെയൊന്നും അല്ല. അവൾ അവന് രജിസ്റ്റർ മാരേജ് കഴിച്ചെന്ന്. നമ്മുടെ മഹിമയോ? നമ്മുടെ ജാതിയും മതം ഒന്നും അല്ല ചന്ദ്രേട്ട. ഏത് നാട്ടുകാരനാണെന്നോ കൊള്ളാവുന്ന കുടുംബത്തിലേതാണെന്നോ ഒന്നും അറിയില്ല. കൊള്ളാവുന്ന കുടുംബത്തിലേതാണെങ്കിൽ അവൻ ഇങ്ങനെ ടാക്സി ഉരുട്ടിക്കൊണ്ട് നടക്കുവോടി? ഞാൻ ഇനി എന്തിനാ ചന്ദ്രേട്ട ജീവിച്ചിരിക്കുന്നത്? ഈ വീടിപ്പോ മരണ വീട് പോലെയായി. ഞാൻ എന്താ ചന്ദ്രേട്ട ചെയ്യണ്ടേ? നിന്റെ മക്കളെല്ലാം എന്താ സുധ ഇങ്ങനെ ആയി പോകുന്നത്? ഒരുത്തി കെട്ടിയവനെ കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു. ഹരിക്കുട്ടന്റെ കാര്യം പറയാതിരിക്കുകയല്ലേ ഭേദം. അടുത്തവളിതാ ഇങ്ങനെ. നീ വളർത്തുന്നതിന്റെ കോണം അല്ലാതെന്തുവാ? ശവത്തെ കുത്തി രസിക്കല്ലേ ചന്ദ്രേട്ട. ചന്ദ്രേട്ടന് പെൺമക്കളുള്ളതല്ലേ? ഞാനങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. വേഗം വരണേ ചന്ദ്രേട്ട, എന്നെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? ശരി, പിള്ളേരല്ലേ, അവരെന്തെങ്കിലും അബദ്ധം കാണിച്ചാ നമ്മൾ വേണ്ടേ തിരുത്താൻ. ഞാൻ 1 മണിക്കൂറിനവിടെ എത്തും.
ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓരോരോ മാരണങ്ങള്. വാ. എങ്ങോട്ടാ നിങ്ങള്? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ? ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല. പിന്നെ വെറുതെ കാഴ്ച കാണാനോ? ഇത് കാഴ്ച ബംഗ്ലാവോ ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. ഞാൻ എൻ്റെ ഭാര്യ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ദേവൻ അവൻ്റെ അമ്മയെ കാണാനും. അവർ രണ്ടുപേരും ഇവിടെ ആയിപ്പോയില്ലേ. അമ്മയൊന്ന് കണ്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. നീ എന്താടാ ഇള്ളക്കുട്ടിയോ? ഒരു ദിവസം അമ്മയെ കണ്ടിരുന്ന ഉറക്കം വരില്ലേ? ബന്ധങ്ങളുടെ വിലയൊന്നും അങ്കിളിന് മനസ്സിലാവാഞ്ഞിട്ടാ. രക്തത്തിന് പച്ചവെള്ളത്തേക്കാൾ കട്ടിയുണ്ടെന്നല്ലേ പറയുന്നത്? ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങ് തിരിച്ചു പൊക്കോളാം അങ്കിളെ. നിങ്ങൾ മാത്രമാക്കണ്ട, നിന്റെ ഭാര്യയും അമ്മയും കൂടി കൂടിക്കൊണ്ട് പോയിക്കോ. അങ്കിൾ ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാതെ സംസാരിക്കരുത്. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തേക്കാൾ വലുതാ അമ്മാവനും അനന്തരവന്മാരും തമ്മിലുള്ള ബന്ധം. ഓഹോ, അതേത് വകുപ്പില? ഇങ്ങനൊരു കണക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പണ്ട് മരുമക്കത്തായി നിലനിന്നിരുന്ന നാടല്ലേ അങ്കിൾ ഇത്. അതുകൊണ്ടാ ദേവൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ നിങ്ങൾ ചരിത്ര ഗവേഷണം തുടങ്ങിയോ? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്കിളെ. ആ അവകാശമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അമ്മയൊന്ന് കണ്ടിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി ജയ. നരേന്ദ്രനും അമ്മുവും ഇപ്പൊ ഒന്നിച്ചു. കൊല്ലുകയോ ചാവുകയോ ചെയ്യുമെന്ന് നമ്മൾ കരുതിയിരുന്നവരെ ഇപ്പൊ ചക്കരയും തേങ്ങയും പോലെയാ. അവരിപ്പോ കിടപ്പൊക്കെ ഒന്നിച്ചാക്കിയോ? അതറിയില്ല. പക്ഷെ അമ്മൂനിപ്പോ അങ്കിളിനോട് പഴയ ഇഷ്ടക്കേടൊന്നുമില്ല. കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയവളെ പിന്നെയും പിടിച്ച് മടിയിൽ കയറ്റിയിരുത്തുന്ന ഭർത്താവിനോട് ഏതെങ്കിലും പെണ്ണ് ഇഷ്ടക്കേട് കാണിക്കൂ? അവൻ ഇങ്ങനൊരു പെങ്കൊന്തനായി പോയല്ലോ. ആണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? ഈ ലോകത്ത് വേറെ പെണ്ണില്ലെങ്കിൽ വേണ്ടില്ല. പിന്നെ അവളെ തന്നെ ഇതെന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മ കരഞ്ഞ് കാല് പിടിച്ചു കാണും. അവളുടെ പൂങ്കണ്ണീര് കണ്ടപ്പോ അവന്റെ മനസ്സങ്ങ് ഇളകി കാണും. ഓ, എന്തായാലും ഇപ്പൊ വലിയ സ്നേഹത്തിലാ രണ്ടും. ആ, അമ്മുവിനിപ്പൊ ആ ഊമപ്പെണ്ണിനോട് യാതൊരു വിരോധവും ഇല്ല. അതാ അതിശയം. കൊഞ്ചിച്ചും പുഞ്ഞാടിച്ചും കൊണ്ടു നടക്കുന്നതേ ഒന്ന് കാണേണ്ടത് തന്നെ. അതൊക്കെ കപട സ്നേഹമല്ലേ? നരേന്ദ്രനെ സോപ്പിടാൻ വേണ്ടി. അല്ലാതെന്താ? ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അങ്കിളും അമ്മും ഒന്നിച്ച പിന്നെ നമുക്ക് രക്ഷയില്ല. അങ്കിളുടെ ഇളക്കം കാണണം. പണ്ടത്തെ നരേന്ദ്ര നബിയാണെന്ന് പോലും ആരും പറയില്ല. അവര് തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ രക്ഷയാ ആദ്യം നോക്കേണ്ടത്. ദേ, നിങ്ങൾ ഇവിടെ അങ്ങ് താമസിച്ചോ. ഇനി തിരിച്ചു പോകണ്ട. ഏയ്, അത് അങ്കിളിന് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ ഇന്ന് തിരികെ അങ്ങ് പൊക്കോളാം. എന്നിട്ട് നാളെയും വരാം. നാളെയും തിരിച്ചു പോവാം. ഞങ്ങൾ ഈ വരുന്നതും പോകുന്നതും ഒക്കെ അങ്കിള് കാണാതിരിക്കില്ലോ. അങ്ങനെ അങ്കിൾ ഒന്ന് മയപ്പെടും. പിന്നെ ഒരു ദിവസം വന്നിട്ട് തിരിച്ചു പോകാതിരിക്കാം. അങ്ങനെ പടിപടിയായിട്ട് സ്ഥാനം ഉറപ്പിക്കാം. ഒറ്റ അടിക്ക് ഇവിടെ കയറി അങ്ങ് താമസം തുടങ്ങിയാ അങ്കിൾ ചിലപ്പോൾ ഗെറ്റൗട്ട് അടിച്ചു വന്നിരിക്കും. അത് ഒഴിവാക്കുന്ന ബുദ്ധി. അമ്മ അവളോട് പിണക്കമൊന്നും കാണിക്കണ്ട. ഒരു നയത്തിൽ നിന്നാ മതി. ഒരുപാട് നാളൊന്നും അവളെ താങ്ങേണ്ടി വരില്ലമ്മേ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. നീ എന്താ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ ഇരിക്കുന്നത്? വരുന്നത് വരട്ടെ, നമുക്ക് കാണാം. ചന്ദ്രമോഹൻ അങ്കിൾ വന്ന് എന്തേലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേടി. നിന്റെ ചന്ദ്രമോഹൻ അങ്കിൾ എന്താ ആനയാണോ? ഹരീഷേട്ടനെ പോലെ അല്ല. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാ ചന്ദ്രമോഹൻ അങ്കിൾ. അങ്കിളിനെ ഫേസ് ചെയ്യാൻ എനിക്കൊരു മടി. എന്തും ഫേസ് ചെയ്യാൻ ഒരുങ്ങി തന്നെയല്ലേ നമ്മൾ ഇതിനിറങ്ങി തിരിച്ചു.
എന്നെ തല്ലാൻ ഗുണ്ടകളും കൂട്ടിയായിരിക്കോ നിന്റെ അങ്കിളുടെ വരവ്? ഏയ് അതിനൊന്നും സാധ്യതയില്ല. പക്ഷെ ഹരീഷേട്ടനോട് പറയും പോലെ അങ്കിളിനോട് മറുത്തു പറയാൻ പറ്റില്ല. ചന്ദ്രമോഹൻ അങ്കിളിന്റെ കാറാ. വരട്ടെ. പ്രസാദേ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത് മഹിയുടെ അങ്കിൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ അതോ കൂട്ടത്തിൽ ഗുണ്ടകളുണ്ടോന്ന് അറിയത്തില്ല. കാർ മാത്രമേ കണ്ടുള്ളൂ. കുഴപ്പക്കാരനല്ലെന്നാ മഹി പറയുന്നത്. പക്ഷെ തീർച്ചയാക്കാൻ പറ്റില്ല. ശരിടാ, പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഗേറ്റിന് പുറത്തുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരിങ്ങെത്തും. ഒരു മിസ് കോൾ അടിച്ചാൽ മതി. വരുന്നത് വരട്ടെ മഹി. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അത് മാത്രം മനസ്സിലുറപ്പിച്ചാൽ മതി. അതോ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിന്റെ അങ്കിള് വന്ന് 4 ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് എന്നെ വിട്ട് പുറകോട്ട് നടക്കാൻ തോന്നുന്നു? മരിക്കേണ്ടി വന്നാലും 1 ഇഞ്ച് പിറകോട്ടില്ല. സുധേ, ചന്ദ്രേട്ട, അഭിമാനം പോയില്ലേ ചന്ദ്രേട്ട? ഇനി എന്തിനാ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നേ? വല്ല വിഷം കഴിച്ച് ചത്താ മതി. നീ ഇങ്ങനെ അപ്സെറ്റ് ആകാതെ. അഭിമാനം എങ്ങോട്ട് പോയെന്നാ നീ പറയുന്നത്? എടി, ഇതിനൊക്കെ പരിഹാരമില്ലേ? അവള് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചന്ദ്രേട്ടന് അറിയോ? അവളെവിടെ? നീ വാ, നമുക്ക് ചോദിക്കാം. അവള് അവന് കൂടി റൂമിൽ കയറി വാതിലടിച്ചിരിക്കുക. നീ എന്തിനാ അതൊക്കെ സമ്മതിച്ചു കൊടുത്തത്? അവര് രജിസ്റ്റർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത് ഞാൻ തകർന്നു പോയി ചന്ദ്രേട്ട. അവനെ എന്തിനു വീട്ടിൽ കയറ്റിയെന്ന എന്റെ ചോദ്യം. എനിക്ക് പിടിച്ചെടുത്താൻ പറ്റോ? ഇവനില്ലായിരുന്നു ഇവിടെ. ഇവനേക്കാൾ തടിവെടുക്ക അവന് തന്നെയാ. എന്തിനും പോന്നവൻ അവൻ. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് തല്ലിപ്പൊളിയാന്ന്. ആ, നീ വാ, അവരെ വിളിച്ച് സംസാരിക്കാം. ഇതങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. വാ. നീ വിഷമിക്കാതടി. നീ പോയി മഹിമയെ വിളിക്ക്. എന്താ? ചന്ദ്രമോഹൻ അങ്കിളെ വിളിക്കുന്നു. ആര്? നിന്നെ അല്ലാതാരെയാ? ചെല്ല്. എന്താ അങ്കിളെ? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്തേലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അവിടെ നിന്നോണ്ട് ചോദിക്കാലോ. എടി, നിന്നെ തല്ലാനോ കൊല്ലാനോ അല്ല. നീ ഇഞ്ഞു വാ. എടി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? നീ മുട്ടേന്ന് വിരിഞ്ഞല്ലേ ഉള്ളൂ. അങ്കിൾ എന്താ കേട്ടെന്ന് പറഞ്ഞാ മതി. മുട്ടേന്ന് വിരിയാൻ ഞാൻ കോഴിക്കുഞ്ഞൊന്നും അല്ലല്ലോ. ചെടുത്ത് വെച്ചോർന്ന കൊടുക്കുക എന്തിനേട്ടാ? അവിടെ തർക്കത്തിന് കേട്ടില്ലേ? നീ മിണ്ടാരി സുധേ, ഞാൻ ചോദിച്ചോളാം. നീ ഒരു ടാക്സി ഡ്രൈവറെ വിളിച്ച് വീട്ടിൽ കയറ്റിയെന്നോ? സുധ ചോദിച്ചപ്പോ നിന്റെ കെട്ടിയവനാണെന്നോ പറഞ്ഞെന്നോ? ശരി അങ്കിളെ, ജെയിംസ് ഊട്ടി ടാക്സി ഡ്രൈവറാ. ഇപ്പന്റെ ഹസ്ബൻഡാ. കള്ളൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ ചുമ്മാ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞ ഹസ്ബൻഡ് ആവൂ? ഒരു ദിവസം കൊണ്ടൊന്നും പൊട്ടിമുളച്ചുണ്ടായതല്ലോ നീ, ആണോ? നിന്റെ അമ്മ നിന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയതല്ലേ? അവൾക്ക് യാതൊരു പങ്കുമില്ല നിന്റെ കല്യാണ കാര്യത്തിൽ. പങ്കെടുപ്പിക്കണമെന്നുണ്ടായിരുന്നു, സാധിച്ചില്ല അങ്കിളെ. ഞാനും ജെയിംസ് ഊട്ടിയും തമ്മിലുള്ള കല്യാണം 1 മാസം മുമ്പേ രജിസ്റ്റർ ചെയ്തു. ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ആരും അറിഞ്ഞില്ല എന്ന് തന്നെ കരുതിക്കോ. ആ മാരേജ് ഇടിയിലും കത്തിച്ചു കളഞ്ഞ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ കത്തിച്ചു കളയാനുള്ളതല്ലല്ലോ അങ്കിളെ ഞങ്ങളുടെ ജീവിതം. എടേ, നിനക്കൊരു തെറ്റ് പറ്റി. അത് തിരുത്താൻ ഇനി സമയമുണ്ട്. എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല അങ്കിളെ.
സ്നേഹിക്കുന്നതും കല്യാണം കഴിക്കുന്നതും തെറ്റാണോ? നിനക്കതിനുള്ള പക്വതയായിട്ടില്ല, അതാണ് പ്രശ്നം. ഒരു സാരിയോ ചുരിദാറോ ചെരുപ്പോ തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ല ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോ. അത് നന്നല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കേണ്ടി വരും. എന്റെ സെലക്ഷൻ നല്ലതാങ്കളെ. എടി, ഈ വീട്ടിൽ ആരെങ്കിലും പറയൂ ആ ടാക്സി ഡ്രൈവർ നിനക്ക് ചേർന്നവനാണെന്ന്? ഞാനൊന്ന് ചോദിക്കട്ടെ അമ്മേ, ഈ വീട്ടിൽ ഞാൻ മാത്രമാണോ രജിസ്റ്റർ വിവാഹം ചെയ്തത്? ഹരീഷേട്ടൻ എന്താ ചെയ്തേ? അവന്റെ ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാ അത്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. 10ൽ 10 മാർക്കും കൊടുക്കാം. ഹരീഷേട്ടൻ ആ ഗതികേട് എങ്ങനെ ഉണ്ടായി? ഒരു പെണ്ണിനെ ചതിക്കാൻ പോയിട്ടല്ലേ? നാട്ടുകാരെല്ലാം കൂടി കയ്യോടെ പിടിച്ച് തലയെ കെട്ടിവെച്ചു. അമ്മ ഉപദേശിച്ചോ മകനെ? ഇല്ല. അങ്കിൾ ഉപദേശിച്ചോ? അതുമില്ല. പുന്നാരമോൻ ചെയ്യുന്നതല്ല സൽപ്രവൃത്തി. അതിനെല്ലാം അമ്മയുടെ അംഗീകാരവും കയ്യൊപ്പും. പിന്നെ ഞാനായിട്ട് എന്തിനാ അറച്ചു നിൽക്കുന്നേ? മൂത്തവര് മാതൃക കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. നാട്ടുകാര് വളഞ്ഞു പിടിക്കുന്നതിന് മുൻപ് ഞങ്ങള് മാരേജ് രജിസ്റ്റർ ചെയ്തതാണോ കുറ്റം? എടി, അന്യമതത്തിൽപ്പെട്ട ഒരുത്തനല്ലേ അവൻ? ഓ, മതമൊക്കെ എന്നാ അങ്കിളെ ഉണ്ടായത്? ആദ്യം മനുഷ്യരല്ലേ ഉണ്ടായത്? ജെയിംസ് കുട്ടിക്ക് എന്താ വ്യത്യാസം? 2 കൈയും 2 കാലും 2 കണ്ണും ചെവിയും തലയും എല്ലാം നമ്മുടെ മാതിരി തന്നെയാ. പിന്നെ സ്വഭാവം, ഹരീഷേട്ടന്റെ സ്വഭാവവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാ ജെയിംസ് കുട്ടി പൊന്നാ, തനി തങ്കം. നിന്റെ പൊന്നെവിടെ? അവനെ ഒന്ന് വിളി, ഞാനൊന്ന് കാണട്ടെ. എന്റെ റൂമിലുണ്ട്. അങ്കിളിന് അങ്ങോട്ട് ചെന്ന് കാണാം, സംസാരിക്കാം. അങ്കിളെ, പിന്നൊരു കാര്യം, ചെങ്ങന്നൂര് ടാക്സി ഡ്രൈവർമാർ മുഴുവൻ ഗേറ്റിന് വെളിയിലുണ്ട്. ജെയിംസ് കുട്ടി ഭീഷണിപ്പെടുത്താനോ തല്ലാനോ ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്കിളിന് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഒരു ആംബുലൻസ് എങ്കിലും വേണ്ടിവരും. കേറുവാങ്കളെ. അങ്കിളിന് ജെയിംസ് കുട്ടി പരിചയപ്പെടണമെന്ന്. ഇതാണ് ചന്ദ്രമോഹൻ അങ്കിൾ. ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. ഒരാൾ ഷേക്കാൻ തരുമ്പോ അനങ്ങാതെ നിൽക്കുന്നതാണോ അങ്കിളെ മര്യാദ? ഈ അങ്കിളിനാണോ നീ വല്ലാതെ പേടിച്ചത്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരാളെ കഷ്ടം. നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അത്ര സിമ്പിളൊന്നും അല്ല. അത് തുറന്നു പറയാനുള്ള മനസ്സാണെങ്കിൽ സിമ്പിള്. നീ എന്ത് വിചാരിച്ചാ ഈ വീട്ടിൽ വന്നത്? ഈ വീട്ടിൽ കാല് കുത്താനുള്ള യോഗ്യത നിനക്കുണ്ടോ? ഇത് എങ്ങനെയുള്ള കുടുംബമാണെന്ന് നിനക്കറിയാവോ? പാലപ്പടിക്ക് തറവാടിന്റെ മഹത്വം നിനക്കറിയാമോ? കുറെ ചരിത്രമൊക്കെ എനിക്കറിയാമെങ്കിലേ. ഇവിടുത്തെ കുടുംബനാഥനെ ഇതിനകത്തുള്ളവർ തന്നെ വകവരുത്തി. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുക. വിവാഹമോചനത്തിനും ഫാമിലി കോർട്ടിലും വക്കീലാപ്പിച്ചിലും കയറി ഇറങ്ങി നിരങ്ങുക. മഹിമയുടെ ഒരു ആങ്ങളെ ഒരുത്തൻ മോഷണം, കവർച്ച, മാനഭംഗം, കൊലപാതകം, ഇതിന്റെ എല്ലാം കോൺട്രാക്ട്. ആകെ മൊത്തം വെച്ച് നോക്കിയപ്പോ എനിക്ക് വലതുകാലം വെച്ച് കയറാൻ പറ്റിയൊരു കുടുംബം. അതല്ലേ ഞാൻ വന്ന് കയറിയത്. നീ വലിയ വകുപ്പൊന്നും പറയണ്ട. പോക്രിത്തരവാ നീ കാണിച്ചത്, മനസ്സിലായോ? ഓക്കെ, സമ്മതിച്ചു. അങ്ങളെ സ്നേഹിച്ചു പോയി, കെട്ടിപ്പോയി, അങ്ങനെ 2 തെറ്റ് ചെയ്തു. ഇനി അത് തിരുത്താൻ ഒറ്റ വഴിയുള്ളൂ, ഒന്നിച്ച് ജീവിക്കുക. അങ്ങളൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണം. പിന്നെ മിശ്രവിവാഹം സർക്കാർ പോലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്മാറാൻ നിനക്ക് എന്ത് തരണം? എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞു തരാം. നീ ചോദിക്കുന്ന തുക ഞാൻ തരും. ഓക്കെ, അങ്കിളുടെ ഓഫർ കൊള്ളാം. ഞാൻ തിരിച്ചൊരു ഓഫർ അങ്ങോട്ട് വെക്കട്ടെ? പറഞ്ഞു. ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അംഗീകരിച്ച് തരാൻ അങ്കിളിന് എത്ര ലക്ഷം രൂപ അങ്ങോട്ട് വേണം? പറഞ്ഞു. ലക്ഷങ്ങളെ പറയാവൂ, കോടികളാവരുത്. ഞങ്ങളാരും നിങ്ങളെ അനുഗ്രഹിക്കുകയുമില്ല അംഗീകരിക്കുകയുമില്ല. അതില്ലാതെ ഞങ്ങൾ ജീവിച്ചോളാം. നീ ദുഃഖിക്കേണ്ടി വരും. ഞാൻ ദുഃഖിച്ച അങ്കിളും ദുഃഖിക്കേണ്ടി വരും. നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. സുധേ, ഇതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിൽ അറിയിക്കാം. നീ ബാ, 2 അറിഞ്ഞിട്ട് തന്നെ കാര്യം.
ഒന്ന് നിന്നേ. പോലീസിനോട് എന്ത് പറയാനാ? നിങ്ങളുടെ പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്നോ? അങ്ങനെ ഒരു പരാതി കൊടുത്താൽ അവൾ എന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് ഞാൻ പോലീസിനോട് പറയും. അതൊക്കെ പ്ലാൻ ചെയ്തല്ലേ ഞാൻ ഇവിടെ വന്നു കൂടിയത്. പിന്നെ കല്യാണം രജിസ്റ്റർ ചെയ്തതിന്റെ പ്രമാണം ഞങ്ങളുടെ കയ്യിലുണ്ട്. പോലീസ് വരുമ്പോൾ ഞങ്ങളത് കാണിച്ചോളാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ കാണാം. ബൈ. നീ വാ. ഹരീഷേ, സോറി, എത്രയായി? 200. ബാഗ് എടുത്ത് വെച്ചേക്ക്. മോളു എണീക്ക്. ആരാ നോക്കട്ടെ.